നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. വോട്ടെടുപ്പിന് മുൻപ് പ്രചാരണ വേളയിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ തുടങ്ങിയ ചർച്ച ഇന്ന് ഇവിടെ തുടരുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ AR രാജീവ്, കേരള കൗമുദി പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് PH സനൽകുമാർ, കേരള കൗമുദിയുടെ ജേർണലിസ്റ്റ് കുഞ്ചു മുരളി. മൂവർക്കും സ്വാഗതം. ചർച്ചയിലേക്ക് ചർച്ച തുടരാം. നമ്മുടെ ഈ വോട്ടേഴ്സ് ചോയ്സിൽ തന്നെ വിഷയമായ ഒരു കാര്യം കൂടി ഞാൻ പരാമർശിക്കുകയാണ്. അതായത് അയോധ്യയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുന്ന സമയം അന്ന് കേരളത്തിലെ എല്ലാ മലയാളം ചാനലുകളും അത് ലൈവ് പോയി. ആ ലൈവ് ഏറ്റവും മികച്ച രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ നല്ല ശക്തമായ മത്സരവും ഉണ്ടായിരുന്നു. അത് ഓരോ ചാനലിൻ്റെയും റേറ്റിംഗ് പോലും ഉയർത്തുകയുണ്ടായി. അപ്പോൾ ശ്രീരാമൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നുകൂടിയല്ലേ അതിൽ നിന്നും മനസ്സിലാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാ ആൾക്കാരിലും ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയും വലിയൊരു സംഭവം, ഇത്രയും വലിയൊരു ട്രാജിക്കായിട്ടുള്ള ഒരു എൻഡിൽ നിന്ന് അത് വലിയൊരു മാറ്റം ഉണ്ടാകുന്നു. അവിടെ അയോധ്യ എന്ന് പറയുന്നൊരു ക്ഷേത്രം വരുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്താണ് ആ കാഴ്ച, രാംലല്ല എന്താണ് എന്നൊക്കെ ഉള്ളത് ഈ ഫോട്ടോകളൊക്കെ പലപ്പോഴും പുറത്തു വന്നെങ്കിലും അവിടെ എന്താണ് ആ കാഴ്ചയെന്ന് അറിയാനായിട്ട് പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അത് പ്രതിഫലിച്ചു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുപ്പിലേക്കാണ് വരാം. തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു വിഷയം, അദ്ദേഹത്തിൻ്റെ പത്രിക തള്ളുന്ന രീതിയിലേക്ക് പരാതി കൊടുക്കുന്നു. ആ പരാതി കഴിഞ്ഞ ദിവസം തള്ളി. അപ്പോൾ അദ്ദേഹം സ്വത്ത് മറച്ചു വെച്ചു എന്നും അതുകൊണ്ട് പത്രിക തള്ളണം എന്നുമായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. ഈ പരാതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അവിടെയും ഈ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ആയിരുന്നോ? തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇമേജ് ഇപ്പം തുടക്കത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇമേജ് അവസാന ഘട്ടത്തിലേക്ക്, അതായത് പ്രചരണം സമാപിക്കുമ്പോൾ വല്ലാതെ ഉയർന്നു. അപ്പം രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു എന്താ പറയുക വ്യക്തിപരമായ രീതിയിൽ ഉള്ളൊരു താഴ്ച മാറ്റി പ്രചരണത്തിലൂടെ കവർ ചെയ്ത് മുന്നിൽ വന്നു. എന്ന് വളരെ ആസൂത്രിതമായ പ്രചരണമാണ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയത്. അതിൻ്റെ ഒരു നേട്ടം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ടാവും. അദ്ദേഹം നടത്തിയ പ്രചാരണത്തിൻ്റെ വേറൊരു വശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആസൂത്രിതമായ പ്രചാരണം നടത്തിയെന്ന് പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് അദ്ദേഹം. അതും ആസൂത്രിതമായിട്ട് തന്നെ ആയിരിക്കണം. കാരണം എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്രമിക്കാത്ത തരത്തിൽ തനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുമ്പോൾ അതും ഒരു രാജീവ് ചന്ദ്രശേഖർക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഉള്ളതാണ്. ഇതുപോലെ ആയിരുന്നു 15 വർഷം മുമ്പ് പിന്നെ ശശി തരൂർ വന്നപ്പോൾ. കേരളം, തിരുവനന്തപുരം പലപ്പോഴും പുതിയ ആളുകളെ പിന്നെ പ്രതിഭാശാലികളെ ഒക്കെ വളരെ സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഏകദേശം തുല്യം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ. വളരെ നല്ല ഒരു മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും പിന്നെ ഇവർ തമ്മിലായിരിക്കും പ്രധാന മത്സരം എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നിലവിൽ ഈ 3 ടൈമിലും ശശി തരൂർ വന്നപ്പോൾ ശശി തരൂരിന് വിശ്വപൗരൻ ഇമേജ് എന്ന് പറയുന്ന ആ ഒരു ഇമേജിന് എതിർ ഭാഗത്ത് നിൽക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ വിശ്വപൗരൻ ഇമേജ് കാണിക്കുമ്പോൾ അതേ ഭാഗത്ത് തന്നെ BJP ഉയർത്തി കാട്ടുന്നത് ഒരു വിശ്വപൗരൻ ഇമേജിനുള്ള ആളെ തന്നെയാണ്. ടെക്നോക്രാറ്റാണ്. എല്ലാ തരത്തിലുള്ള ടെക്നോളജിക്കൽ പരമായിട്ടായാലും ഡിജിറ്റൽ മേഖലയിലായാലും ഇപ്പോൾ കേന്ദ്രത്തിൽ അത്രത്തോളം പിടിപാടുള്ള ഒരാൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂരിനൊരു വലിയ വെല്ലുവിളിയാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും അതിന് കൃത്യമായി രാഷ്ട്രീയപരമായും വ്യക്തിപരമായും വരുമ്പോഴും അതിന് കൃത്യമായി ഇടപെടൽ നടത്തി അതിനെല്ലാം വഴിതെളിച്ച് മാറ്റിവിടാനായിട്ട് ഈ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഈ പറഞ്ഞ പോലെ മുമ്പ് ശശി തരൂർ എങ്ങനെയാണോ ചെയ്തിരുന്നത്, പക്ഷേ ഇമേജിനെ ഈ ഇമേജ് ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇലക്ഷനിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പം ഈ തിരുവനന്തപുരം മണ്ഡലം എടുത്താലും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പം രാജുവേട്ടൻ പറഞ്ഞ ശശി തരൂർ വന്നപ്പോൾ ഭയങ്കര സ്വീകാര്യത കിട്ടി. എന്തുകൊണ്ടാണ് സ്വീകാര്യത കിട്ടിയതെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ അറിവുള്ളൊരു മനുഷ്യനാണ്. വളരെയധികം സൽപ്പേരുള്ള ഒരാൾ, രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന ആൾ, എഴുത്തുകാരൻ, ഇങ്ങനെയുള്ള ഒരാൾ ഈ തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലം, തിരുവനന്തപുരം എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് തറവാടിത്തത്തിനും സംസ്കാരത്തിനും അറിവിനും ഒക്കെ ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കുന്ന വോട്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ O രാജഗോപാലാണ് BJPയിലെ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചത്. O രാജഗോപാലിൻ്റെ പ്രത്യേകത, അദ്ദേഹം വളരെ മാന്യനും വളരെ ആരെയും ഭത്സിക്കുകയോ നെഗറ്റീവായിട്ട് സംസാരിക്കുകയോ ചെയ്യാത്ത ഒരാളെന്ന ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും വോട്ട് കൂടിക്കൊണ്ടിരുന്നു.
അപ്പം 3,90,000 വോട്ട് വരെ അദ്ദേഹം പിടിച്ചു. തിരുവനന്തപുരത്ത് ഒരു BJP കാൻഡിഡേറ്റ് പിടിച്ചാൽ ഏറ്റവും മാക്സിമം വോട്ടാണ്. അത് പിടിക്കാനുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താ പറയുക, പിന്നെ അരിസ്ട്രോഗസിയാണ്, ശ്രേഷ്ഠതയാണ്. ഈ ശ്രേഷ്ഠതയാണ് ശശി തരൂരിൻ്റെ കരുത്ത്. ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴും അദ്ദേഹവും പിടിക്കുന്നത് അതേ ട്രാക്കാണ്. അപ്പം ശരിക്കും വളരെ മാന്യമായ പെരുമാറ്റവും വളരെ സത്യസന്ധമായ സംസാരവും വളരെ ആർജവത്തോടെ തന്നെ ഇടപെടലും ഇതൊക്കെ ഈ ശശി തരൂരിന്, ഈ രാജീവ് ചന്ദ്രശേഖരന് ഭയങ്കര മൈലേജ് കൊടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശശി തരൂരിന് ഒത്ത എതിരാളിയായിട്ട് അദ്ദേഹം മാറി വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ. മറ്റ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ സ്വത്ത് മറച്ചു വെക്കുന്ന ഒരു കള്ളനാണ്. അദ്ദേഹം പിന്നെ വളരെ അശ്രദ്ധമായിട്ട് പിന്നെ പത്രിക പിൻ ചെയ്ത് കൊടുക്കുന്നു. ലോക്സഭ എന്നതിന് പോലെ രാജ്യസഭ എന്നെഴുതി കൊടുക്കുന്ന, വളരെ നിസ്സാരമായിട്ട് ഇതൊക്കെ കാണുന്ന ഒരു മുതലാളിയാണ് എന്നൊക്കെയുള്ളൊരു ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ കേസ് കൊടുക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ അവർ ശ്രമിക്കുന്നത് ആ ഒരു ഇമേജ് തകർക്കാനാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് എതിരാളികൾ ഉയർത്തിവിടുന്ന വിവാദം. പക്ഷേ ചില സ്ഥാനാർത്ഥികൾ അവരുടെ നാവിൻ്റെ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകൾ തെറ്റായി പോയത് കൊണ്ട് തിരിച്ചടി നേരിട്ടവരുമുണ്ട്. പത്തനംതിട്ടയിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അനിൽ ആൻ്റണി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നതോടുകൂടി അദ്ദേഹത്തിന് നല്ലൊരു മൈലേജ് കിട്ടുന്നു. പക്ഷേ ആ മൈലേജിൻ്റെ എല്ലാം ഗുണം നഷ്ടപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന വിലയിരുത്തലിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, അത് പ്രതികരണത്തിൻ്റെ വിലയിരുത്തൽ വരണമെങ്കിൽ അതിൻ്റെ ഫലം വരണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റൂ. അത് അദ്ദേഹം അവിടെ പിന്നെ ജയിക്കുകയാണെങ്കിൽ പ്രതികരണം നന്നായി എന്ന് പറയേണ്ടി വരത്തില്ല. അതായത് അച്ഛനെതിരെ സംസാരിക്കുമ്പോൾ ചില പദങ്ങൾ ഉപയോഗിക്കരുതായിരുന്നു, അത് ശരിയാണ്. പിന്നെ വികാരപരമായി പ്രതികരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അല്ല, ഈ വികാരപരമായി ഈ പറയുന്ന ഈ അനിൽ ആൻ്റണിയുടെ അച്ഛൻ AK ആൻ്റണി വളരെ വികാരപരമായിട്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ഉപയോഗിച്ച വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്ത് അന്ന് AK ആൻ്റണിക്ക് 38 വയസ്സോ മറ്റോ ആയിരുന്നു. ഇപ്പോൾ അനിൽ ആൻ്റണിക്ക് 38 വയസ്സ്. പിന്നെ ഇവരെ ചിക്കമംഗളൂരിൽ നിർത്താൻ അതിനെതിരെ പ്രതികരിച്ച് രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണവും വിമർശനവും ഒക്കെ ഓരോ ഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടാകാം. ഈ വികാരപരമായ പ്രകടനം എന്ന് പറയുമ്പോൾ പോലും നിലവിൽ AK ആൻ്റണി ഒരു പ്രസ്താവന പറയുകയാണ്, ഞാൻ മകന് വേണ്ടി ഇനി പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ മകന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നില്ല, മകന് ഞാൻ തള്ളിക്കളഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉണ്ടാകാത്ത രീതിയിൽ പ്രതികരിക്കാതിരുന്നെങ്കിൽ കൂടിയും അത് അനിൽ ആൻ്റണിക്ക് ഒരു ഉപയോഗം ഉണ്ടായിരുന്നു. നേരത്തെ ഇന്ദിരാഗാന്ധിയെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യ എന്നാൽ ഇന്ദിരാഗാന്ധി അല്ല എന്ന് പറഞ്ഞ ഒരു പരാമർശത്തിന് ഒരു മറുപടി കൊടുക്കാതിരുന്നെങ്കിൽ, അനിൽ ആൻ്റണി മറുപടി കൊടുക്കാതിരുന്നെങ്കിൽ, അല്ല, മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ഇലക്ഷനിൽ നിൽക്കുന്ന ആൾക്ക് ആ സമയത്ത് ഇത്രയും അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഇത് അദ്ദേഹത്തിനെതിരെ പറയുമ്പോൾ ഒരു മറുപടി മാന്യമായിട്ട് പറയുക എന്നുള്ളതാണ്. അല്ല, അദ്ദേഹം ഒരു കാൻഡിഡേറ്റാണ്. അപ്പം ബാക്കിയുള്ളവർ ചോദിക്കത്തില്ല ഇദ്ദേഹം പറഞ്ഞതിന് എന്താ ഇദ്ദേഹത്തിൻ്റെ മറുപടി, ഇദ്ദേഹത്തിന് എന്താ മറുപടികൾ മാന്യമായിട്ട് പറയുക. മാന്യത അന്തസ്സും ഒക്കെ കുറച്ചൊക്കെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. നമ്മുടെ ഈ മാന്യതയും സംസ്കാരമില്ലായ്മയൊക്കെ നമുക്ക് വികാരം വന്ന് കൂടുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ നിറം പുറത്തു വരുന്നതെന്ന് ആളുകൾ പറയാറുണ്ട്. പക്ഷേ എത്ര മാന്യതയും അന്തസ്സും ഉള്ളവർ എത്ര വികാരപരമായിട്ട് പ്രകോപിപ്പിച്ചാലും അവരുടെ ഒരു അന്തസ്സ് വിടുന്ന വാക്കുകൾ അവരിൽ നിന്നുണ്ടാകത്തില്ല. അത് ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചിരിക്കും. അതെ, പൊതുവേ നിലവാരം ഇച്ചിരി കുറഞ്ഞ ഒരു സാധനം തന്നെയാണ് രാഷ്ട്രീയം. അപ്പോൾ അതിൽ ഇതൊക്കെ ആവാം. ആ ഒരു അവസ്ഥ വരെയായി അല്ലേ? കാരണം നാടിനെ നയിക്കേണ്ടവരാണ് രാഷ്ട്രീയത്തിൽ ഉള്ളവർ എന്നുള്ളതാണ്. അപ്പോൾ നിലവാരത്തിലും സംസ്കാരത്തിലും ഔന്നത്യം പുലർത്തേണ്ടവരാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയത്തിൽ അനിൽ ആൻ്റണി പ്രതികരിക്കണമായിരുന്നു. പക്ഷേ പ്രതികരിക്കുമ്പോൾ എന്താണ്, വളരെ മാന്യമായി എൻ്റെ അച്ഛനാണ്, അച്ഛനെതിരെ ഞാൻ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വളരെ ബുദ്ധിപരമായ രീതിയിൽ നീങ്ങാമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൊല്ലത്ത് ഈ CPM ഒരിക്കലും രക്ഷപ്പെടാത്ത ഒരു കുഴിയിലേക്ക് വീണുപോയത് പ്രേമേന്ദ്രന് മുമ്പിൽ അടിയറവ് പറഞ്ഞത് ഒരു വാക്കിൻ്റെ പേരിലായിരുന്നു. അതേപോലെ തന്നെ കോഴിക്കോട് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉപയോഗിച്ചൊരു വാക്കും ആ പ്രദേശത്ത് CPM ഭയങ്കര സെറ്റ് ബാക്കായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെയുള്ള വാക്കുകൾ അന്ന് ഈ കൊല്ലത്ത് ഉപയോഗിച്ച വാക്കിന് പ്രേമേന്ദ്രൻ മറുപടി പറഞ്ഞില്ല. പക്ഷെ കോഴിക്കോട് വടകരയിൽ ഉപയോഗിച്ച വാക്കിന് കോൺഗ്രസും എല്ലാവരും മറുപടി പറയുകയും ചെയ്തു. അപ്പം ഈ അനിൽ ആൻ്റണിയുടെ പ്രശ്നത്തിൽ ഈ AK ആൻ്റണിയുടെ പരാമർശം എന്ത് തന്നെയാണെങ്കിലും അനിൽ ആൻ്റണിക്ക് ആ സമയത്ത് ഒരു ഉണർവ് കൊടുത്ത ഒരു പരാമർശമായിരുന്നു.
ആ ഒരു ഉണർവിൽ അത് പിടിച്ചു തരാൻ ശ്രമിക്കേണ്ടതിന് പകരം ഒരു പക്വതക്കുറവ് പ്രകടിപ്പിച്ചു എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ച് അവർക്കൊരു സെറ്റ് ബാക്കാണ്. എനിക്ക് തോന്നുന്നു വിദേശ ക്രിസ്ത്യാനികൾ, അതായത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ സെറ്റിൽ ചെയ്തിട്ടുള്ള കുറേയേറെ ക്രിസ്ത്യാനികളുടെ ആസ്ഥാനമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അവർ, അതായത് വിദേശത്തുള്ള ക്രിസ്ത്യാനികൾ നല്ലൊരു ശതമാനം മോദി ആരാധകർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. അവരെ പോലും ആ ഒരു പ്രസ്താവന അകറ്റിയെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഈ പത്തനംതിട്ടയിലൊക്കെ ഈ ചെറുപ്പക്കാരെല്ലാം പുറത്തും പ്രായമായവരൊക്കെ വീട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ ഈ പ്രായമായവർ പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ വോട്ടിംഗ് സമീപനത്തെ ഈ പക്വതയില്ലാത്ത പിന്നെ പ്രസ്താവനകൾ ഭയങ്കരമായിട്ടും ബാധിക്കും. അതവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മറ്റൊരു വിഷയത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. അതായത് വടകരയെക്കുറിച്ച് ഇപ്പോൾ തൊട്ട് മുമ്പ് പറയുകയുണ്ടായി. വടകരയിലും വിവാദം കത്തി ജ്വലിക്കുകയുണ്ടായി. അതായത് കെ ശൈലജയ്ക്കെതിരെ നടത്തിയ സൈബർ ആക്രമണം അത് UDFൻ്റെ അറിവോടെയാണെന്നും ഷാഫി പറമ്പിലിൻ്റെ അറിവോടെയാണ് എന്നും പരാതി പോകുന്നു. ഷാഫി പറമ്പിൽ തിരിച്ചടിക്കുന്നു. വടകരയിലെ യുദ്ധം ഈ ആരോപണ യുദ്ധം കൂടിയായി മാറുമ്പോൾ അത് റിസൾട്ടിനെ എത്രത്തോളം സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത്? റിസൾട്ടിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തിൻ്റെ പേരിലായാലും ഈ തരം താഴ്ന്നതായ പ്രചരണങ്ങൾ ആർക്ക് എതിരെ നടത്തിയാലും അതിൻ്റെ ഉത്തരവാദി ആരായാലും പ്രവർത്തകരായാലും ശരിയായ ഒരു രീതിയല്ല. അത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ മാന്യതയില്ലാത്ത സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ്. അത് ഏത് പാർട്ടി നടത്തിയാലും അത് വേണ്ട രീതിയിൽ അന്വേഷിച്ച് അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകളെ കൊണ്ടുവരാനുള്ള കഴിവ് ഇവിടുത്തെ സൈബർ പോലീസിനുണ്ട്. പക്ഷേ അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയിക്കേണ്ടിയിരിക്കും. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം പോലീസിനോ അന്വേഷണ ഏജൻസിക്കോ കൊടുത്താൽ ആരും കളിക്കത്തില്ല. ഞാൻ എന്ത് കാണിച്ചാലും എന്നെ പിടിക്കില്ല എന്നുള്ള ധൈര്യമാണ് ഇതുപോലുള്ള വൃത്തികെട്ട കളികൾക്കൊക്കെ കാരണമാകുന്നത്. ഇതിൻ്റെ പരിണതഫലം എന്താകും, ആരാണ് ജയിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇതൊന്നും പറഞ്ഞ കെ ശൈലജയ്ക്ക് പിന്നെ കേരള സമൂഹത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ആളുകൾ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഇതുകൊണ്ടൊന്നും ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല. അതെ. ഈ വടകരയിലെ ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ ചെറുപ്പക്കാരുടെ പ്രതിനിധിയായി വരുന്നു. വളരെ ഊർജ്ജസ്വലനായ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. നേരെ മറിച്ച് കെ ശൈലജയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ CPM തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ വലിയൊരു ഇമേജുള്ള നേതാവിനെ തന്നെ അവിടെ ഇറക്കുകയാണ്. ഒരു അഭിമാന പോരാട്ടമായി CPM കാണുന്നു. അതിനിടയിൽ TP ചന്ദ്രശേഖരൻ വധമേൽപ്പിച്ച മുറിവ് ഇടതുപക്ഷത്തിനുണ്ട്. കാരണം രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോടും കണ്ണൂരും പങ്കിടുന്ന ഒരു മണ്ഡലമാണ്, അല്ലേ? കണ്ണൂരിൻ്റെ ഭാഗത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ രാഷ്ട്രീയമായി ക്ഷമിക്കുന്ന ഒരു സ്വഭാവമാണുള്ളതെന്ന് പറയുന്നു. പക്ഷേ കോഴിക്കോട് അങ്ങനെയല്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും ആഗ്രഹിക്കാത്തവരാണെന്നും അവരതിനെ എതിർക്കുന്നവരാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ പാനൂർ സ്ഫോടനം അതിനിടെ വരികയാണ്. TP ചന്ദ്രശേഖരൻ വധം, ഇതൊക്കെ ഒരല്പം ആശങ്കയോടുകൂടി CPM കാണുന്ന വിഷയമാണ്. അതിനിടയിലാണ് ഈ സൈബർ ആക്രമണത്തിൻ്റെ വിശേഷങ്ങളും വരുന്നത്. ഇത് രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളത്. പക്ഷേ ആര് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ടായിരുന്നു. അതിന് പിന്നാലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ അറസ്റ്റിലാവുന്നു. ഒടുവിൽ ഷാഫി ശക്തമായി തന്നെ രംഗത്ത് വരികയും ചെയ്യുന്നു. യഥാർത്ഥ വിഷയത്തിൽ നിന്നും കാര്യങ്ങൾ അകറ്റിക്കൊണ്ടുപോകാൻ മാത്രമല്ല ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സഹായിക്കൂ. അല്ല, ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ പ്രചരണം അതിൻ്റെ വേറൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്ന എല്ലാ ചാൻസുകളും ഉപയോഗിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഇതൊരു മോശമായ ഒരു കാര്യമാണെങ്കിൽ പോലും അതിനാ മോശമായ കാര്യം എന്നതിൽ കൈകാര്യം ചെയ്യാതെ അതിനൊരു രാഷ്ട്രീയമായി നോക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുകയും അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് വളരെ വ്യക്തമായ റോൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ ചെയ്യാതിരുന്നതിന് വ്യക്തമായ താല്പര്യങ്ങൾ അവർക്കും ഉണ്ടാവും. തീർച്ചയായും അതെ, അതായിരിക്കും അവിടെ നടക്കുന്നത്. രാജീവ് സാറ് പറഞ്ഞ ഒരു കാര്യം, ഈ വ്യക്തമായി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സൈബർ വിങ് നമുക്കുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സംഭവം വരുമ്പോൾ CPMൻ്റെ ഇത്രയും സമുന്നതനായ ഒരു നേതാവിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ കൃത്യമായ ഇടപെടൽ നടത്താൻ സൈബർ പോലീസിന് പോലും സാധിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2, ഈ ശൈലജ ടീച്ചറിൻ്റെ തന്നെ പരാമർശങ്ങൾ 2 രീതിയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, വീഡിയോ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആദ്യത്തെ ഒരു പ്രസ് മീറ്റിൻ്റെ കാര്യം. ഇതിനകത്തുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കൃത്യമായി പ്രചരിക്കാൻ പറ്റുന്നില്ല. ഈ സൈബർ പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിന്റെ പുറകിൽ ഈ CPMൻ്റെ ആളുകളാണെന്ന് കണ്ടാൽ അവർക്ക് പിടിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പിടിക്കാൻ പറ്റില്ല.
അപ്പോൾ അതല്ല ഇവർ ഈ ആരോപിക്കുന്ന പോലെ തന്നെ പിന്നെ ഈ അറസ്റ്റ് ഒരാൾ അറസ്റ്റിലായി എന്ന് പറഞ്ഞിട്ട് അയാളാണ് ഇതിൻ്റെ അതെ, അതെ. പിന്നിൽ നിന്നൊക്കെ തെറ്റിദ്ധാരണയാണത്. അയാളായിരിക്കത്തില്ല. തീർച്ചയായും അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവർ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ആരാണ് ഇത് പ്ലേ ചെയ്യുന്നവരിലോട്ട് ചെല്ലുമ്പോൾ ഞമ്മൻ്റെ ആള് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ പോലീസിന് നിശബ്ദമാവാനേ പറ്റൂ. പല തീർച്ചയായും. കാര്യങ്ങളിലും അങ്ങനെയാണ്. വടകരയിൽ നിന്നുള്ളതല്ല. അങ്ങനെയാണ്. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലും ഇല്ല, ഇന്ത്യയിലും ഇല്ല. വടകരയിൽ ശൈലജ ടീച്ചറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു വിവാദം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തിറങ്ങുമ്പോൾ അതിന് ഗട്ട്സുള്ള യു ഡി എഫുകാരുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് സാറിൻ്റെ ആ ഒരു Correct ആണ്. ചോദ്യത്തിലേക്ക് എത്തുന്നതാണ്. കാരണം സൈബർ ടീം അന്വേഷിച്ചെത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞമ്മൻ്റെ ആളിലേക്ക് എത്തുമ്പോഴുള്ള ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട്. ഒരിക്കലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ശൈലജ ടീച്ചറെ പോലുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു പരാമർശം, ഇത്തരത്തിലുള്ളൊരു വീഡിയോ ക്ലിപ്പ് ഇറക്കാൻ വടകരയിലെ യു ഡി എഫ് പ്രവർത്തകർ തയ്യാറാകില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ പിടിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം ഉയരുന്നത് ഈ യു ഡി എഫ് പാളയത്തിലേക്കായിരിക്കും. അത് രാഷ്ട്രീയപരമായി വലിയൊരു എതിർപ്പുണ്ടാകും എന്നുള്ള ചിന്തിക്കാൻ ശേഷിയുള്ള യു ഡി എഫുകാർ ഇപ്പോൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരതിന് മുതിരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഈ പറഞ്ഞതുപോലെ ഈ ശൈലജ ടീച്ചറും ഷാഫിയും തമ്മിലുള്ള മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്, അത് മുൻപായാലും ഇപ്പോഴായാലും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ടി പി വധം തന്നെയാണ്. ടി പി വധം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ പോലും ടി പി വധം ചർച്ച ചെയ്യുമ്പോൾ ക്ഷുഭിതയാകുന്നൊരു സാഹചര്യമാണ് ശൈലജ ടീച്ചറിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അതെന്തിനാണ് എപ്പോഴും ചോദിക്കുന്നതാണ്. അത് ചർച്ചയാക്കുന്നത് അവർക്ക് താല്പര്യമല്ല. അതായത് ടി പി വധം അവിടെ ചർച്ചയാകുന്നില്ല എന്നും അത് നിങ്ങൾ ചർച്ചയാക്കരുത് എന്നുമാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ടി പി വധം. അത് ഒരു വൈകാരിക വിഷയം തന്നെയാണ് വടകരയിലെ നല്ലൊരു വിഭാഗം സ്ഥലത്ത്. അതുകൊണ്ട് തന്നെയാണ് അതിന് പിന്നാലെ അവർക്ക് വലിയൊരു ആഘാതമായി പാനൂർ സ്ഫോടനം കൂടി വരികയാണ്. അപ്പോൾ സെറ്റ് ബാക്കുകൾ ഒന്നിനു പിറകെ ഒന്നായി വരികയും ഡിഫെൻസീവ് മോഡിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ആശങ്ക കൂടി ഇടത് ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ടാകും. എന്ന് മാത്രമല്ല, ഈ ശൈലജ ടീച്ചർക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. യു ഡി എഫ് ക്യാമ്പിൽ ഇല്ല, ഇല്ല നിലവിലില്ല. ശരിക്കും. കാരണം അങ്ങനെ ചെയ്ത് അവരെ മോശമാക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് വടകരയിലത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്കായാലും യു ഡി എഫിൻ്റെ നേതാക്കൾക്കായാലും കേരളത്തിലെ യു ഡി എഫിലെ നേതാക്കൾക്കായാലും വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചർക്കെതിരെ അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് നടത്താനായി യു ഡി എഫ് തയ്യാറാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വിശ്വാസവും. പക്ഷേ അതിനെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ അതിന് എത്രത്തോളം മാറ്റം ഉണ്ടാകുന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നൊരു കാര്യം, വീഡിയോ ഉണ്ടായിരുന്നു എന്ന് ആദ്യം പത്രസമ്മേളനത്തിൽ പറയുന്നു, രണ്ടാമത് വീഡിയോ അല്ല ഒരു പോസ്റ്ററാണ് പ്രചരിക്കുന്നതെന്ന് പറയുന്നു, പിന്നീട് വീണ്ടും അതിൽ നിന്ന് മാറി വരുന്ന ഒരു കാഴ്ചപ്പാട്, വീഡിയോ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നു എന്ന് പറയുന്ന കാര്യം. ഇങ്ങനെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരുമ്പോൾ അത് ഒരു പക്ഷേ ഒരു ഭാഗികമായിട്ടുള്ള രീതിയിൽ തന്നെ അത് ശൈലജ ടീച്ചറിനെതിരായി വരുമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ വോട്ടർമാർക്ക് അതിൽ തന്നെ അതൊരു ചർച്ചയായി വരുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിഷയം കൂടി നമുക്ക് നോക്കാം. അതായത് പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാക്പോര്, അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇരുവരും. ഇതിനെ കളിയാക്കി പരാമർശിച്ച് സംസാരിക്കുന്ന പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുടെ അപക്വതയാണ് പിന്നെ ഇദ്ദേഹം പിണറായി വിജയനെ ജയിലിലിടാത്തത് എന്ന് ചോദിച്ചത്. അപ്പോൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കേജ്രിവാളിനെയും മറ്റേ സോറനെയും ജയിലിലിട്ടേക്കുന്നത് ഇത് ബി ജെ പിയുടെ കളിയാണെന്ന് ആരോപിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അവർ ചോദിക്കുകയാണ് പിണറായി വിജയനെ എന്താണ് ജയിലിലിടാത്തതെന്ന്. അപ്പോൾ അത് തികച്ചും അപക്വമായ ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി പ്രതികരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് പിണറായി. ആ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതിലെ വലിയ തെറ്റൊന്നുമില്ല. അല്ല, അവിടെയും ചർച്ചയാകുന്നത് പി വി അൻവറിൻ്റെ ഒരു പരാമർശം, ഈ DNA പരിശോധിക്കണമെന്നുള്ള ഒരു പരാമർശം, അത് പിണറായി പിന്താങ്ങുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നിലവിലെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒരു കാഴ്ചപ്പാട്. നേരെ മറിച്ച് ലീ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ അടിയാണെങ്കിലും കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഭയ്യ ടീമാണ്, തോളിൽ കൈയിട്ട് നടക്കുന്നു പ്രധാനമന്ത്രി പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്. നേരത്തെ പറഞ്ഞ പോലെ അരവിന്ദ് കേജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തെന്ന് ചോദിക്കുന്ന ആൾക്കാർ തന്നെ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതിലെ ആ ഒരു അപക്വമായ രീതി തന്നെയാണ് മോദിയും ചോദ്യം ചെയ്യുന്നത്. കൃത്യമായി അവിടെ ഒരു ഇടപെടൽ നടത്തി രാഷ്ട്രീയപരമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ഇന്ത്യ മുന്നണി ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്, ഇവിടെ നിന്ന് ഈ അടി ഉണ്ടാക്കിയിട്ടാണോ അവർ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് മോദി അവിടെ ഉന്നയിക്കുന്നത്. അതും രാഷ്ട്രീയപരമായി വളരെ പ്രധാനപ്പെട്ടതല്ലേ. പക്ഷേ ഇതിനകത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ അപക്വം എന്ന് പറയുന്നതിനേക്കാൾക്കുപരി ഈ കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും
LDF UDF മത്സരം. അതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇവിടെ മോഡി ഫാക്ടർ ഉള്ളതുപോലെ തന്നെ ഉള്ള ഒരു സംഗതിയാണ്, വിഷയമാണ് ഈ പിണറായി വിജയൻ ഭരണവിരുദ്ധ വികാരം. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം UDFന് പോവോ അല്ലെങ്കിൽ BJPക്ക് പോവോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പം ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ പിണറായി വിജയനെതിരെ സംസാരിക്കുമ്പോൾ അവർ ഒരു ലോക്കൽ പാർട്ടിയുടെ തലത്തിലേക്ക് താണു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഈ രാഹുൽ ഗാന്ധി അത് പറയരുതായിരുന്നു. രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം ഒരിക്കലും പിന്നെ ഇന്ത്യ മുന്നണിയുടെ സ്റ്റാൻഡിന് അപ്പുറത്തേക്ക് സംസാരിക്കരുതായിരുന്നു. അല്ല, ഈവൻ ഈ തോമസ് ചാഴിക്കാടൻ പോലും രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചാണ് പറയുന്നത്. ഞങ്ങൾ പോയപ്പോൾ പോലും പറയുന്നത്, ഞങ്ങൾ ഇവിടെ LDFും UDFും തമ്മിൽ മത്സരമാണെങ്കിലും കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഈ ഒരു പരാമർശം നടന്ന ആ ഒരു പക്വത പോലും രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല. രാഹുൽ ഗാന്ധി അത് സംസാരിച്ചതാണ് കുഴപ്പമായത്. രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അദ്ദേഹം നേതാവാണ്. ഈ കേരളത്തിലുള്ള ഏറ്റവും വലിയ നേതാവ് പിണറായി വിജയനാണ്, ആരും അംഗീകരിച്ചില്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് രാഹുൽ ഗാന്ധി പോകരുതായിരുന്നു ഒരു തരത്തിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഫൈറ്റ് BJPക്ക് ഗുണം ചെയ്തു എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല, മുൻ തെരഞ്ഞെടുപ്പുകളെ പോലെ തന്നെ. അതൊക്കെ ഈ വോട്ടെടുപ്പോടുകൂടി തന്നെ പെയ്തൊഴിയുകയും ചെയ്യും എന്നുള്ളതാണ് വിലയിരുത്തൽ. നമുക്ക് ചർച്ച ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ AR രാജീവ്, അതിനോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് PH സനൽകുമാർ, ജേർണലിസ്റ്റ് കുഞ്ചു മുരളി, ഏവർക്കും നന്ദി. വോട്ടേഴ്സ് വോയിസ് 2024 അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.